കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. ശ്രീ സീതാലക്ഷ്മണ ഭരതശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമഃ. യത്ര യത്ര രഘുനാഥകീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. നമ്മൾ യുദ്ധകാണ്ഡത്തിലത്തെ 2-ാം സർഗം 30-ാമത്തെ ശ്ലോകം ചെയ്തു. അത് പിന്നെ വിഭീഷണൻ്റെ ഉപദേശത്തിനുള്ള രാവണൻ്റെ പ്രതികരണമാണ് നമ്മൾ കണ്ടത്. എന്താ വെച്ചാൽ, ഞാൻ ചെയ്ത ഉപകാരമൊക്കെ മറന്നിട്ട് എനിക്ക് ഉപദ്രവം ചെയ്യുവാൻ ഒരുങ്ങിയിരിക്കണ ഈ ദുഷ്ടനോട് എനിക്ക് ഇനി ഒരു സംഘവും വേണ്ട. ബന്ധുക്കളെപ്പോഴും ഇങ്ങനെയാണ്, എപ്പോഴും ബന്ധുക്കളുടെ മൂലനാശത്തെ ആഗ്രഹിക്കുന്നവരാണെന്നൊക്കെ പറഞ്ഞു അല്ലേ. അതൊന്നും ആക്സെപ്റ്റ് ചെയ്യാൻ റെഡിയല്ല. അതായത് കാലം ഭഗവാന്റെ കൈകൊണ്ട് മരിക്കണം. അപ്പം ഈ പിന്നെ ഉപദേശമൊന്നും സ്വീകരിക്കാൻ തോന്നില്ലല്ലോ. യോന്യസ്ത്വേവം വിധം ബ്രൂയാദ്വാക്യമേവം നിശാചരഃ ഹന്മി തസ്മിൻ ക്ഷണേനൈവ ധിക്ത്വം രക്ഷകുലാധമം. അന്യഃ നിശാചരഃ യാഃ. ബാക്കി രാക്ഷസന്മാരായ ഏതൊരുവൻ ഏവം വിധം വാക്യം ബ്രൂയാൽ, ഇങ്ങനത്തെ വർത്തമാനം വേറെ രാക്ഷസന്മാർ പറയുമോ, തസ്മിൻ ക്ഷണേ ഏവ, ആ ക്ഷണത്തിൽ തന്നെ തം ഹന്മി, അവനെ ഞാൻ ഹനിക്കും. നീയല്ലാതെ വേറെ ഏതെങ്കിലും രാക്ഷസൻ ഇപ്രകാരമുള്ള വാക്കുകൾ പറഞ്ഞിരുന്നുവെങ്കിൽ ഞാൻ അനിമിഷം കൊന്നേനെ. ത്വാം, നിന്നെ ന ഹന്മി, ഞാൻ കൊല്ലണില്ല. രക്ഷകുലാധമം ത്വാം ധിക്ക്, രാക്ഷസവംശത്തിൻ്റെ അധമനായ നിന്നെ ഞാൻ ധിക്കരിക്കുന്നു. അതായത് നീ പറഞ്ഞാൽ കേൾക്കില്ല എന്ന്. അപ്പോൾ തുറന്ന് പറഞ്ഞു, എന്താ അറിയോ, നീ ഇപ്പം പറഞ്ഞ മാതിരിയുള്ള വാക്കുകൾ അന്യനായിട്ടുള്ള ഏതെങ്കിലും ഒരു രാക്ഷസനാണ് പറഞ്ഞിരുന്നത് വെച്ചാൽ ഞാൻ അവനെ ആ നിമിഷം വധിച്ചിട്ടുണ്ടാവും. എൻ്റെ സഹോദരനായി പോയത് കൊണ്ട് ഞാനിപ്പോൾ നിന്നെ വധിക്കണില്ല. രാക്ഷസ കുലത്തിൻ്റെ അധമനായിട്ടുള്ള നിന്നെ ഞാൻ ധിക്കരിക്കുന്നു പറഞ്ഞാൽ എന്താ, നീ പറയണത് ഞാൻ കേൾക്കാൻ പോണില്ല എന്ന്. അതായത് നീ ഏറ്റവും അധമനായ നീ എൻ്റെ മുമ്പിൽ നിന്ന് നിൽക്കരുത്, പൊക്കോളു പുറത്തൊക്കെ എന്ന് പറയുകയാണ്. പൊക്കാളം പറയും. ഞാൻ നിന്നെ ധിക്കരിക്കണു മീൻസ് ഞാൻ നീ പറയണത് കേൾക്കാൻ പോണില്ല എന്ന്. യോന്യസ്ത്വേവം വിധം ബ്രൂയാദ് വാക്യമേവം നിശാചര ഹന്മി തസ്മിൻ ക്ഷണേനൈവ ധിക്ത്വം രക്ഷകുലാശ്രമം. ഇനി 2 രാവണേനൈവ മുക്ത സൻ പരുഷം സ വിഭീഷണഃ ഉൽപ്പപാത സഭാമധ്യാത് ഗദാപാണിർമഹാബലഃ ചതുർഭിർമന്ത്രിഭിः സാർദ്ധം ഗഗനസ്ഥോദ്ബ്രവീദ്വചഃ ക്രോധേന മഹതാവിഷ്ടോ രാവണം ദശകന്ധരം. ഏവം പരുഷം, ഇത്ര പരുഷമായിട്ടുള്ള രാവണനാൽ ഉക്ത പറയപ്പെട്ട മഹാബലഃ സ വിഭീഷണൻ, മഹാബലവാനായിട്ടുള്ള വിഭീഷണൻ ഇപ്രകാരം ഇങ്ങനെ പറഞ്ഞല്ലോ വിഭീഷണനോട്. ഗദാപാണി, കയ്യിൽ ഗദയോടു കൂടിയവനും, ചതുർഭി മന്ത്രിഭി സാർത്ഥം, 4 മന്ത്രികളോടും കൂടിയവനുമായിട്ട്, സഭാമധ്യാൽ, സഭയുടെ മധ്യത്തിൽ, ഉൽപ്പപാത, ഉൽപ്പതിച്ചു, മഹതാ ക്രോധേന, മഹത്തായ ക്രോധത്താൽ, ആവിഷ്ട, അങ്ങേയറ്റം കോപാവിഷ്ടനായിട്ട്, ഗഗനസ്ഥ, ആകാശത്തിൽ നിൽക്കുന്നവനുമായിട്ട് ചാടിയിട്ടേ, ദശകന്ധരം രാവണൻ, 10 മുഖത്തോടു കൂടിയ രാവണനോട് വചഃ, വാക്കിനെ അബ്രവീത് പറഞ്ഞു. എന്താ അറിയോ, ഇങ്ങനെ കഠിനമായിട്ടുള്ള വാക്കുകൾ രാവണൻ പറയണത് കേട്ടിട്ട് മഹാബലവാനായിട്ടുള്ള വിഭീഷണൻ എന്താ ചെയ്ത്, തൻ്റെ ഗദ ഇങ്ങോട്ട് കയ്യിലെടുത്ത് പിടിച്ചു. എന്നിട്ട് ആ സഭാമധ്യത്തിൽ നിന്ന്, മധ്യത്തിലാണ് നിൽക്കണതേ, അന്ന് മേലേക്ക് അങ്ങോട്ട് കുതിച്ച് ചാടി മുകളിലേക്ക്. എന്നിട്ട് 4 മന്ത്രിമാരും വിഭീഷണൻ്റെ പിന്നാലെ പോയി. വിഭീഷണൻ്റെ അഭിപ്രായത്തിനോട് യോജിക്കുന്ന 4 മന്ത്രിമാരും വിഭീഷണൻ്റെ കൂടെ അങ്ങോട്ട് ചാടി വിഭീഷണനെ ഫോളോ ചെയ്തു. എന്നിട്ട് വിഭീഷണൻ കോപാവിഷ്ടനായിട്ട്
ആകാശത്തിൽ നിന്ന്, അതായത് ചാടി എന്ന് പറഞ്ഞുല്ലോ, കുതിച്ച് ചാടി മേപ്പെട്ടെന്ന് പറഞ്ഞു. എന്നിട്ട് ആകാശത്ത് തന്നെ നിന്നുകൊണ്ട് ഈ 10 മുഖങ്ങളും വെച്ചിരിക്കണ രാവണനോട് ഇപ്രകാരം പറഞ്ഞു എന്ന്. അത്ര ദേഷ്യം വന്നു വിഭീഷണനെ. ഇങ്ങനെ നല്ലത് പറയാൻ വന്നതാണ്, ഹിതം പറയാൻ വന്നിട്ട് ദേഷ്യപ്പെട്ടിട്ട് അധമനാണ്, രാക്ഷസാധമനാന്നൊക്കെ വിളിച്ചുല്ലോ. കഠിന വാക്ക് കേട്ടപ്പോൾ വിഭീഷണൻ ദേഷ്യം വന്നിട്ട് ചാടി ഇങ്ങോട്ട് മുകളിലേക്ക്. എന്നിട്ട് ആ ചാടി ആകാശത്ത് കൊണ്ട് തന്നെ നിന്നിട്ട്, കൂടെ 4 ആളും പോയി, ആ ആകാശത്ത് തന്നെ നിന്നിട്ട് രാവണനോട് ഇപ്രകാരം പറഞ്ഞു എന്നാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ അത് രണ്ടും വായിച്ച് നമുക്ക് 34 വായിക്കാം. രാവണേനൈവ മുക്തസൻ പരുഷം സ വിഭീഷണ ഉൽപ്പപാത സഭാമധ്യദ്ഗദാപാണിർമഹാബല. ഗത എടുത്തിട്ട് കേട്ടോ. ചതുർഭിർമന്ത്രിഭിസാർത്ഥം 4 മന്ത്രിമാർ കൂടെ പോയി പറഞ്ഞില്ലേ. ഗഗനസ്ഥോബ്രവീദ്വച, ആകാശത്തിൽ നിന്നുകൊണ്ട് അബ്രവീത് പറഞ്ഞു. എന്താ ഈ വാക്കുകൾ? ക്രോധേന മഹതാവിഷ്ട, കോപാവിഷ്ടനായിട്ടാണ് കേട്ടോ. രാവണം ദശകന്ധരം, ആരോടാ പറഞ്ഞ്? 10 തലയുള്ള രാവണനോട്. കന്ധരം ചാൽ കഴുത്തെന്നൊക്കെയാണ്. അപ്പോൾ 10 കഴുത്തുള്ളതെന്ന് വെച്ചാൽ 10 തലയുള്ള തന്നെ അർത്ഥം. 34 മാ വിനാശമുപൈഹിത്വം പ്രിയവാദിനമേവ മാം ധിക്കരോഷി തഥാപി ത്വം ജ്യേഷ്ഠോ ഭ്രാതാ പിതു സമാ. ത്വം അങ്ങുന്ന് വിനാശം, നാശത്തെ മാ ഉപൈഹി പ്രാപിക്കാതിരുന്നാലും, കഷ്ടം നശിക്കാതിരിക്കൂ. ജ്യേഷ്ഠ ഭ്രാതാ ത്വം, എൻ്റെ ജ്യേഷ്ഠ സഹോദരനായിട്ടുള്ള അങ്ങുന്ന് പിതുഹു സമ, പിതാവിന് സമാണ് എനിക്ക്. അതുകൊണ്ടാണ് നല്ലത് പറഞ്ഞു തരുന്നത്. തഥാപി എങ്കിലും പ്രിയവാദിനം ഏവമാം, പ്രിയം പറയുന്നവനായി തന്നെ ഇരിക്കുന്ന എന്നെ, ഞാൻ ഹിതാണ് പറഞ്ഞത്, അങ്ങയുടെ നന്മ മാത്രം ഉദ്ദേശിച്ച് ഞാൻ പറഞ്ഞ എന്നെ ധിക്കരോഷി, അത് കേട്ടില്ലല്ലോ. ദേഷ്യം വന്നിട്ട് പറഞ്ഞു, അങ്ങയ്ക്ക് നാശം വരാതിരിക്കണം എന്നാണ് ശരിക്കും എൻ്റെ ആഗ്രഹവും പ്രാർത്ഥനയും. ഇപ്പോഴും അതെ. കൂട്ടാക്കലില്ലേ പറഞ്ഞ, ഈശ്വര നാശം വരാതിരിക്കണമെന്ന് ഞാൻ, എൻ്റെ ഏട്ടനായി പോയില്ലേ, അങ്ങയ്ക്ക് നാശം ഉണ്ടാവാതിരിക്കണമെന്നാണ് എൻ്റെ പ്രാർത്ഥന. ജ്യേഷ്ഠ സഹോദരനായ അങ്ങ് ശരിക്കും എനിക്ക് പിതൃതുല്യനാണ്, എൻ്റെ കാര്യങ്ങളൊക്കെ നോക്കണതാണ്. ആ വിചാരം കൊണ്ടാണ് ഞാൻ അങ്ങയുടെ നന്മയെ മാത്രം ഉദ്ദേശിച്ച് ഇതൊക്കെ പറഞ്ഞു തന്നത്. എങ്കിലും എന്നെ ധിക്കരിക്കല്ലേ ചെയ്തത് എന്ന് പറഞ്ഞു. മാ വിനാശമുപൈഹിത്വം പ്രിയവാദിനമേവ മാം ധിക്കരോഷി തഥാപി ത്വം ജ്യേഷ്ഠോ ഭ്രാതാ പിതുസമാ. കാലോരാജ്ഞി 2 ശ്ലോകം എന്ന് വെച്ചാൽ, കാലോ രാഘവരൂപേണ ജാതോ ദശരഥാലയേ കാളി സീതാഭിധാനേന ജാതാ ജാനകനന്ദിനി താ ഉഭാവാഗതാവത്ര ഭൂമേർഭാരാപനുത്തയേ തേനൈവ പ്രേരിതസ്ത്വം തൂ ന ശൃണോഷി ഹിതം മമ. ഇവിടെ ഇനിയിപ്പോൾ അന്തകനായിട്ട് വരാൻ ആരാണ് അങ്ങയുടെ അന്തകനായിട്ട് കാലനായിട്ട് വരാൻ പോണ? രാമൻ. പിന്നെയോ അതാ കാലഹ അന്തകൻ രാഘവരൂപേണ, രാഘവരൂപത്തിൽ ദശരഥാലയെ, ദശരഥൻ്റെ ഈ ആലയത്തിൽ ജാത ജനിച്ച, അതായത് കാലൻ്റെ രൂപത്തിൽ, രാഘവൻ്റെ ശ്രീരാമരൂപത്തിൽ ദശരഥൻ്റെ മകനായി ജനിച്ച് കാളി സംഹാരശക്തി സീതാഭിധാനേന, സീത എന്ന പേരോട് കൂടിയിട്ടുള്ള കാളിയായി ജനിച്ച ജനകനന്ദിനി, ജനകൻ്റെ പുത്രിയായിട്ട് ജാത ജനിച്ച ഭൂമേഹേ, ഭൂമിയുടെ ഭാരാപനുത്തയെ ഭാരം തീർക്കാനായിക്കൊണ്ട് തൗ ഉഭൗ ആ 2 പേരും അത്ര ആഗതൗ ഇവിടെ വരാറായി. തേനയേവ അവനാൽ തന്നെ പ്രേരിതം ത്വം പ്രേരിപ്പിക്കപ്പെട്ട അങ്ങ് മമഹിതം എൻ്റെ ഹിതവാക്യത്തെ ന ശൃണോഷി ശവിക്കുന്നില്ല. ഗുരുവിനറിയാല, വിഭീഷണനറിയാം എന്താ കേൾക്കാണ്ടിരിക്കണം, എന്താണ് താൻ പറഞ്ഞ ഉപദേശം എടുക്കാതിരിക്കണമെന്ന് അറിയാം. എന്താ വെച്ചാൽ എന്നെ ഇപ്പോൾ ധിക്കരിച്ചതിൻ്റെ ഞാൻ അങ്ങേ ശരിക്കും പറയാച്ചാൽ കുറ്റപ്പെടുത്തണില്ല. വിഭീഷണനറിയാം, എന്താ അറിയോ, ഞാൻ അങ്ങേ കുറ്റം പറയുന്നില്ല. എന്താ വെച്ചാൽ അങ്ങയെ സംഹരിക്കാൻ വേണ്ടിയിട്ട് കാലസ്വരൂപനായിട്ടുള്ള അന്തകൻ ശ്രീരാമനായിട്ട് ദശരഥൻ്റെ രാജധാനിയിൽ ജനിച്ചു. ആ അന്തകൻ്റെ സംഹാരശക്തിയാണ് മഹാകാളി. ആ അന്തകനായി ജനിച്ച ശ്രീരാമഭഗവാന്റെ സംഹാരശക്തി, നശിപ്പിക്കാനുള്ള ശക്തിയായിട്ട്
സീത എന്ന പേരോടുകൂടി ജനകരാജാവിൻ്റെ പുത്രിയായിട്ട് മിഥിലയിലും ജനിച്ചു. അവരെന്തിനാണ് ഈ ജന്മെടുത്തത്? മഹാലക്ഷ്മിയും ഭഗവാനും ശ്രീരാമനായിട്ടും സീതയായിട്ടും എന്തിനാ വെച്ചാൽ ഈ ഭൂമി ഭാരത്തെ തീർക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് ഭൂമിയിൽ ഒരുപാട് ദുഷ്കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ദുഷ്ടന്മാരെ നശിപ്പിക്കാനും അവരെ നിഗ്രഹിക്കാനാണ് അവർ രണ്ടുപേരും കാലസ്വരൂപനായിട്ടുള്ള രാമനായിട്ടും കാളിയായിട്ടുള്ള സീതയായിട്ടും ജനിച്ചത്. അവരിനി താമസമില്ലാതെ ഇവിടെ എത്തും. ഇനി അങ്ങക്ക് നാശമല്ലാതെ ഒരു ജീവിതം ഇല്ല എന്ന് അവർ തീർച്ചയാക്കുന്നു. അതുകൊണ്ട് ആ കാലസ്വരൂപനായിട്ടുള്ള ശ്രീരാമൻ്റെ പ്രേരണ കൊണ്ട് മാത്രമാണ് അങ്ങക്ക് ഞാൻ ചെയ്ത ഈ ഹിതോപദേശം കേൾക്കാൻ തോന്നാത്തത്. അതെനിക്ക് മനസ്സിലായി. ആ ഭഗവാൻ തന്നെ, കാലസ്വരൂപനായ ശ്രീരാമൻ തന്നെയാണ് അങ്ങേ പ്രേരിപ്പിക്കണം. എന്തിന്? ഞാൻ പറയുന്ന ഹിതോപദേശം കേൾക്കണ്ട. എന്നുവെച്ചാൽ മരണം എടുത്തിരിക്കണു. ഈശ്വരൻ്റെ ഇച്ഛയെ, അതായത് ഈശ്വരേച്ഛയെ അതിക്രമിക്കാൻ ഒരാൾക്കും കഴിയില്ല. എനിക്കറിയാതെ എന്നാലും ഞാൻ പറയേണ്ടത് പറഞ്ഞു എന്നേ ഉള്ളൂ. അതുകൊണ്ട് എന്നെയും ഞാൻ ചെയ്ത ഉപദേശം ഉണ്ടല്ലോ, നന്മ മാത്രം ഉദ്ദേശിച്ച് ഞാൻ ചെയ്ത ആ ഉപദേശത്തിനെയും ധിക്കരിച്ചാൽ എനിക്ക് അത്ഭുതമില്ല എന്ന് മാത്രമല്ല, ഞാൻ ഏട്ടനെ ഞാൻ കുറ്റപ്പെടുത്തണമില്ല എന്നാണ് പറയണത്. എത്ര വിഭീഷണന് പറഞ്ഞു നോക്കി, ഇപ്പം സമ്മതിക്കാത്തപ്പോൾ മനസ്സിലായി ഭഗവാൻ മരണം എടുത്തിരിക്കണു. ഭഗവാൻ തന്നെ പ്രേരിപ്പിക്കണം ഇത് കേൾക്കണ്ട എന്ന് പറഞ്ഞിട്ട് രാവണനെ. മരണം എടുത്താൽ പിന്നെ കാലോ രാഘവരൂപേണ ജാതോ ദശരഥാലയേ കാളീ സീതാഭിധാനേന ജാതാ ജനകനന്ദിനി താവുഭാവാഗതാവത്ര ഭൂമേർഭാരാപനുത്തയേ തേനൈവ പ്രേരിതസ്ത്വം തു ന ശൃണോതി ഹിതം മമ. അതായത് ഭഗവാനാൽ പ്രേരിപ്പിക്കപ്പെട്ടിട്ടാണ് നമ്മളെല്ലാവരും എല്ലാ കർമ്മവും ചെയ്യണത്. നമ്മൾ വിചാരിക്കും ഞാൻ ചെയ്തു, എൻ്റെ ഇഷ്ടപ്രകാരം ചെയ്തു, അല്ലെങ്കിൽ വേറൊരാൾ കാരണം ഞാൻ. ആര് കാരണമല്ല, നമ്മൾ കാരണമല്ല. വെറും ഈശ്വര പ്രേരിതാണ് നമ്മുടെ ഓരോ ചെയ്തികളും. ഈശ്വരേച്ഛ മാത്രമേ ഇവിടെ നടക്കൂ. ദൈവേച്ഛ അല്ലാതെ ഇവിടെ യാതൊന്നും നടക്കില്ല. നമ്മുടെ ആഗ്രഹങ്ങളും നമ്മുടെ ഇച്ഛയും ഈശ്വരൻ്റെ ഇച്ഛയും ഒരേ ഡയറക്ഷനിലാണെങ്കിൽ, ഒരേ ദിശയിൽ ആണെങ്കിൽ നമ്മൾ പറയും എൻ്റെ ആഗ്രഹം സാധിച്ചു എന്ന് പറയും, അല്ലേ? നമ്മുടെ ആഗ്രഹവും ഈശ്വരേച്ഛയും, അതായത് നമ്മുടെ ഇച്ഛയും ഈശ്വരേച്ഛയും ഒരേ ദിശയിലാണെങ്കിൽ അത് നടക്കും. കാരണം ഈശ്വരേച്ഛയാണ്. അപ്പം നമ്മൾ പറയും എൻ്റെ മോഹം സാധിച്ചു എന്ന്. ഞാൻ അങ്ങനെ ചെയ്തുകൊണ്ട് സാധിച്ചു എന്നും ചിലപ്പോൾ പറയും, അറിവില്ലാത്തവർ, അല്ലേ? പക്ഷേ നമ്മുടെ ഇച്ഛയും ഈശ്വരേച്ഛയും വിപരീത ദശയിലാണെങ്കിൽ അപ്പോഴും ഈശ്വരേച്ഛ മാത്രമേ നടക്കണുള്ളൂ. അപ്പം നമ്മൾ പറയും എൻ്റെ ആഗ്രഹം സാധിച്ചില്ല, വിധി എന്ന് പറയും. അപ്പം നമ്മുടെ കഴിവുകേടിനെ നമ്മൾ അഡ്മിറ്റ് ചെയ്യൂല്ല. വിധി അതാണ്, അതുകൊണ്ട് നടന്നില്ല എന്ന് പറയും. പക്ഷേ എന്തെങ്കിലും സാധിക്കുമ്പോൾ എൻ്റെ കഴിവാണെന്ന് പറയും. പക്ഷേ അതും വിധിയാണ്. ഈശ്വരേച്ഛ മാത്രമേ ഇവിടെ നടക്കണുള്ളൂ. അത് വിഭീഷണൻ നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് അങ്ങനെ ഈ പറഞ്ഞാൽ കേൾക്കാത്തതിൽ പരിഭവമില്ല, എനിക്ക് അത്ഭുതമില്ല എന്ന് പറഞ്ഞത്. ഇനി 38-39 ഒരു വരിയാണ് കേട്ടോ. നാമരൂപാതിഭേദേന അല്ല അതിന് മുമ്പ് ഒന്നും കൂടി ഒരു ശ്ലോകം, 37 ശ്രീരാമപ്രകൃതേ സാക്ഷാൽ പരസ്താദ് സർവദാ സ്ഥിത ബഹിരന്തശ്ച ഭൂതാനാം സമസർവത്ര സംസ്ഥിത. പ്രകൃതേ പരസ്താദ്, പ്രകൃതിയുടെ അപ്പുറത്തായിട്ട്, പ്രകൃതിക്ക് അതീതം, ഭൂത താം, ഈ ഭൂതങ്ങളുടെ, ബഹി അന്താച്ച, അതായത് ഈ പ്രകൃതിക്ക് മായയ്ക്ക് അപ്പുറത്തും മായയ്ക്കുള്ളിലും അകത്തും പുറത്തും സർവദാ സ്ഥിത, എപ്പോഴും ഇരിക്കുന്നവനും, സർവത്ര സംസ്ഥിത, എല്ലാ ദിക്കിലുള്ളവനും. സർവദാന്നും സർവത്രാന്നും ഉണ്ട്, എപ്പോഴും എല്ലാ ദിക്കിലും. സാക്ഷാൽ ശ്രീരാമൻ സമനാകുന്നു. അതായത്
എന്താ പറയണെന്ന് വെച്ചാൽ എല്ലാ ദിക്കിലും, അതായത് ഭഗവാൻ സർവവ്യാപിയാണ്, സർവദാ സർവവ്യാപിയാണ്. എല്ലായ്പ്പോഴും ഈ മായയ്ക്ക് പുറത്തും മായയ്ക്കകത്തും ഭഗവാൻ മാത്രമേ ഉള്ളൂ. ഭഗവാന്റെ മായയാണ്, ആ മായയുടെ ഭഗവാന്റെ ശക്തിയാണ്. അതിൻ്റെ ഉള്ളിലും പുറത്തുമൊക്കെ ഭഗവാൻ എല്ലാ ദിക്കിലും ഇരിക്കുന്ന സാക്ഷാൽ ശ്രീരാമനാണ് ഇത്. അതുകൊണ്ട് എനിക്ക് അത്ഭുതമല്ലാണ്. നാമരൂപ ഭഗവാൻ മാത്രമേ ഉള്ളൂ. നാമരൂപാതിഭേദേന തത്തന്മയ ഇവാമലഃ യഥാ നാനാപ്രകാരേഷു വൃക്ഷേഷ്വേകോ മഹാനലഃ തത്തദാകൃതിഭേദേന ഭിദ്യതേ അജ്ഞാനചക്ഷുഷാം. അമലഃ നിർമ്മലൻ, നാമരൂപാതിഭേദേന ഈ നാമരൂപ വ്യത്യാസത്താൽ തത്തന്മയ ഇവ അതൊരു രൂപത്തിലിരിക്കുന്നവനെന്ന പോലെ, അതായത് പല നാമരൂപങ്ങൾ ഉണ്ട്, അതിൽ ഓരോ രൂപത്തിലും ഇരിക്കുന്നവനെന്ന പോലെ ഏകഹ മഹാനല ഏകമായ അഗ്നി നാനാപ്രകാരേഷു അഗ്നി എന്നുള്ള ഒരേ സാധനം തന്നെ പല പ്രകാരത്തിലുണ്ടല്ലോ. വൃക്ഷേഷു വൃക്ഷങ്ങളിൽ തത്തദാകൃതി ഭേദേന അതാതാകൃതികളുടെ ഭേദത്തിൽ അജ്ഞാനചക്ഷുഷാം അജ്ഞാനം കൊണ്ട് ഇങ്ങനെ അജ്ഞാന തിമിരമുള്ള കണ്ണുകളോടുകൂടിയവർക്ക് യഥാ ഭിദ്യതേ വേറെയാണെന്ന് തോന്നണ പോലെയെന്ന് ഭേദഭാവന. എന്താണ് പറഞ്ഞ വെച്ചാൽ ഭഗവാൻ ഈ 37 കൂടി കൂട്ടി പറയണം എന്നാണ് എനിക്ക് തോന്നണം, എന്നാലേ അത് ശരിയാവുള്ളൂ. അതായത് ഭഗവാൻ കാലസ്വരൂപനാണ്. ആ ഭഗവാന്റെ പ്രേരണ കൊണ്ടാണ് ഇപ്പോൾ വിഭീഷണൻ ഉപദേശിച്ചതിനെ രാവണൻ ധിക്കരിച്ചത് എന്ന് പറഞ്ഞ് വിഭീഷണൻ പിന്നെയും ശ്രീരാമൻ ആരാന്ന് പറയുകയാണ്. കുറച്ചും കൂടി ക്ലിയറായിട്ട് പറയുക, വ്യക്തമായിട്ട് പറയുക. എന്താ പറയണ വെച്ചാൽ ശ്രീരാമൻ ഈ ഭൂമിഭാരം തീർക്കാനായിട്ട് ഒരു ശരീരെടുത്ത് വന്നിരിക്കുന്നുവെങ്കിലും അദ്ദേഹം പ്രകൃതിക്ക് അധീനനല്ല, പ്രകൃതിക്ക് അതീതനാണ്. ശരീരെടുത്തു ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട്, ഭൂമിഭാരം തീർക്കാൻ വേണ്ടിയിട്ട് ദശരഥൻ്റെ മകനായിട്ട് ഒരു ശുദ്ധ സത്വ ഗുണം എടുത്തിട്ട് വന്നു. പക്ഷേ നമ്മളെപ്പോലെ പ്രകൃതിക്ക് അധീനനല്ല, പ്രകൃതിക്ക് അതീതനായിട്ടു തന്നെ ഈ എല്ലാ സർവ്വജീവജാലങ്ങളുടെ ഉള്ളിലും പുറത്തും സർവദാ സർവത്ര ഇരിക്കുന്ന ആളാണ്. ശരീരം വെറുതെ എടുത്തിരിക്കണ, ശരിക്ക് ശരീരം ഉണ്ടെങ്കിലും ശരീരത്തിൻ്റെ അടിമയല്ല നമ്മളെപ്പോലെ, ഒരു ലിമിറ്റേഷൻസും ഇല്ല. ഒരാകൃതിയും അതിനൊരു പേരും ധരിക്കണ സമയത്ത് രാമൻ പരമാത്മസ്വരൂപിയാണ്. പക്ഷേ രാമനായിട്ട് ഒരു ശരീരം എടുത്തു ഒരു പ്രത്യേക ആവശ്യത്തിന്, പക്ഷേ ആ രാമനെ അജ്ഞാനികളാണ് ആ രാമൻ ഒരു മനുഷ്യനായി അവതരിച്ചു, ഒരു മനുഷ്യനാണ് എന്നൊക്കെ പറഞ്ഞ് ഈ നാമരൂപങ്ങളെ കൊണ്ട് ചെറുതാക്കുകയാണ്. ഭഗവാൻ സർവദാ വ്യാപിച്ചിരിക്കുന്നതാണ്. നമ്മളാണ് നമ്മുടെ അജ്ഞാനം കൊണ്ട് ഭഗവാനെ ചെറുതാക്കുകയാണ്. മനുഷ്യ ശരീരത്തിലിരിക്കുന്ന ഒരു ശ്രീരാമൻ. ശരിക്കും അങ്ങനെയല്ല എന്ന് പറയണം. നാമരൂപങ്ങൾക്ക് അധീനനായിരിക്കുന്നവനൊന്നുമല്ല രാമൻ. നമ്മൾ വാസ്തവത്തിൽ നമ്മുടെ അജ്ഞാനം കൊണ്ട് രാമനാണ് ഈ ശരീരത്തിൽ വസിക്കുന്ന ഒരു മനുഷ്യനാണെന്നൊക്കെ നമ്മളെ അജ്ഞാനം കൊണ്ടാണ് നമുക്ക് തോന്നുന്നത്. നാമം രൂപമൊക്കെ ഈ പ്രകൃതിയിലത്തെ മായയിലത്തെ കാര്യങ്ങളാണ്. ഭഗവാൻ അതിനോടൊന്നും ബന്ധപ്പെടാതെ ശുദ്ധ ചിത് സ്വരൂപനാണ് രാമൻ. അതിന് ഒരു ഉദാഹരണം പറയണമെന്ന് വെച്ചാൽ ഒരേ അഗ്നി തന്നെ, ഒരു തീയെന്ന് പറഞ്ഞ ഒരു സാധനമേ ഉള്ളൂ, അഗ്നി എന്ന് പറഞ്ഞ ഒരേ ഒരു സാധനമേ ഉള്ളൂ. അത് പല മരങ്ങളിലും ആ അഗ്നി ജ്വലിക്കാനുള്ള ശക്തി പല മരങ്ങളിലും ഉണ്ട് ഇല്ലേ? ഇപ്പോൾ ഒരു ചെറിയ കൊമ്പ് കത്തിച്ചാൽ, ഒരു ചെറിയൊരു ചുള്ളി കത്തിച്ചാലും അതിൻ്റെ ഉള്ളിലുണ്ട് അഗ്നി എന്നുള്ള ശക്തി. അത് ചെറുതായി കത്തും. ഒരു ഓല കത്തിച്ചാൽ അത് വേറൊരു തരത്തിൽ കത്തും. ഒരു വലിയ തടിക്കഷ്ണം കത്തിച്ചാൽ അത് കുറച്ചും കൂടി വലുതായി കത്തും ഇല്ലേ? പുല്ല്
പുല്ല് കത്തിച്ചാൽ നിങ്ങളുടെ അത് കത്തിക്കരിയും. അപ്പോൾ ഇത് ഈ പറഞ്ഞ എല്ലാറ്റിൻ്റെയും ഉള്ളിലുള്ള ശക്തി അഗ്നി തന്നെയാണ്. പക്ഷേ പല വിധത്തിലാണ് നമ്മൾ കാണപ്പെടുന്നത്, അതല്ലേ? അതായത് പല മരങ്ങളിലും അതാത് ആകൃതിയിൽ എല്ലാ മരത്തിൻ്റെ ഉള്ളിലുണ്ടത്. വാസ്തവത്തിൽ അഗ്നിക്ക് ആകൃതി ഇല്ല. തീയിന് ആകൃതി ഉണ്ടോ? എന്താ കത്തണമെന്ന് വെച്ചാൽ അതിൻ്റെ ആകൃതി, അത്രയേ ഉള്ളൂ, അല്ലേ? അതുപോലെയാണ് ഭഗവാൻ ആകൃതി ഇല്ല. രാമൻ്റെ ശരീരത്തിലായ രാമനാവും, വരാഹത്തിൻ്റെ ശരീരത്തിൽ ആ ചൈതന്യം വെച്ചാൽ വരാഹാവും, മത്സ്യം വെച്ചാൽ മത്സ്യവും, നരസിംഹ, അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ മരത്തിൻ്റെ ആകൃതിയെ അഗ്നിയുടെ ആകൃതിയാണെന്ന് നമ്മൾ വിചാരിക്കില്ലല്ലോ, അറിവില്ലാത്തവരല്ലേ വിചാരിക്കുള്ളൂ. അതേപോലെയാണ് രാമൻ സകലരെയും ആനന്ദിപ്പിക്കുന്ന ശരിക്കന്നെ സത്യജ്ഞാനാനന്ദ സ്വരൂപനാണ് ആ ഭഗവാൻ. ഏത് രൂപത്തെ സ്വീകരിച്ചാലും രാമൻ അതാത് രൂപത്തിൽ ആണ് ഞാൻ എന്നുള്ള ദേഹാഭിമാനം രാമനില്ല. അതായത് ഭേദഭാവനയൊക്കെ ഈ അജ്ഞാനം കൊണ്ടുണ്ടാവണതാണ്. അജ്ഞാനം കൊണ്ടാണ് നമുക്ക് ദേവനാണ്, മനുഷ്യനാണ്, പക്ഷിയാണ്, മൃഗാണെന്ന് തോന്നുന്നത്. എല്ലാ ജീവജാലങ്ങളുടെ ഉള്ളിലും ആ സർവാത്മാവായിട്ടുള്ള ആ ചിത് ചൈതന്യം തന്നെയാണ് ശോഭിക്കണത് എന്നുള്ള ആ വലിയൊരു തത്വമാണ് ഇവിടെ വിഭീഷണൻ പറയണത് കേട്ടോ. വളരെ വലിയ തത്വം. അതായത് ശ്രീരാമരൂപം എടുത്തെന്ന് വെച്ചാലും ഈ മായയ്ക്ക് അധീനനല്ല നമ്മളെപ്പോലെ. അജ്ഞാനികൾക്കാണ് അത് തോന്നണത് ശ്രീരാമ ശരീരത്തെ മനുഷ്യനായി നടക്കണമെന്ന്. ഭഗവാൻ നമ്മൾ അഗ്നി പലതരത്തിൽ കത്തുമ്പോൾ എല്ലാ മരത്തിൻ്റെ ഉള്ളിലും ഉണ്ട് കത്താനുള്ള ആ കഴിവ്, ഇല്ലേ? നമ്മൾ അഗ്നിക്ക് എന്തെങ്കിലും രൂപം പറയാറുണ്ടോ? ഇല്ല. എല്ലാ കത്താൻ റെഡിയായി നിൽക്കണ എല്ലാ മരങ്ങളുടെ ഉള്ളിലുള്ള ആ ശക്തിയാണത്. അതുപോലെ ഭഗവാൻ എല്ലാവരുടെ ഉള്ളിലും പ്രകാശിക്കുന്ന ചൈതന്യമാണ്. അതിന് നമ്മൾ നാമരൂപ ഭേദങ്ങൾ നൽകുന്നത് നമ്മുടെ അജ്ഞാനം കൊണ്ടാണ്. ദേഹാഭിമാനമില്ലാത്ത ഭഗവാൻ പരബ്രഹ്മം തന്നെയാണെന്നുള്ള വലിയ സത്യമാണ് പറയണത്. നമ്മളൊക്കെ ശരിക്കും ഭഗവാന്റെ ചൈതന്യം തന്നെയാണ്. നമുക്ക് ഈ ശരീരം ഉണ്ടെന്ന് തോന്നണതും ഈ ശരീരമാണ് ഞാൻ എന്ന് തോന്നണതും നമ്മൾ ഈ ഉപാധികളാൽ ബന്ധിതരാവണതും ഒക്കെ നമ്മുടെ അജ്ഞാനം കൊണ്ടാണ്. എന്താ അജ്ഞാനം? ഞാൻ ദേഹാണ് എന്നുള്ള ബോധമാണ് നമ്മുടെ അജ്ഞാനം. നാമരൂപാദിഭേദേന തത്തന്മയ ഇവാമല യഥാ നാനാപ്രകാരേഷു വൃക്ഷേഷ്വേകോ മഹാനല തത്തദാകൃതിഭേദേന ഭിദ്യതേ അജ്ഞാനചക്ഷുഷാം. ഇനി ഇവിടെ നിർത്താം. എന്താ വെച്ചാൽ ഇനി ഒരു 4 ശ്ലോകമൊക്കെ ഒന്നിച്ച് വായിച്ചാലും ഒന്നിച്ച് അതിൻ്റെ അർത്ഥം ചെയ്താലേ നമുക്ക് അത് ശരിക്കും പറയാൻ പറ്റുള്ളൂ. കാരണം വലിയ തത്വങ്ങളാണ്. അതുകൊണ്ട് ഞാൻ ഇന്നിവിടെ നിർത്താം. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ സീതാലക്ഷ്മണ ഭരതശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമ. ഗുരുവായൂരപ്പ ശരണം.